പേർളി മാണിയും വിജയമാധവും മലയാളത്തിലെ ഷാരൻഡിങ് വ്ളോഗേഴ്സ് ആണ്. കുട്ടികളെ സാമൂഹ്യമാധ്യമത്തിന്റെ ശ്രദ്ധകേന്ദ്രമാക്കി വരുമാനമുണ്ടാക്കുന്ന രീതിയാണിത്. വിജയമാധവ് ഒരു ആധിപത്യ സ്വഭാവമുള്ള ഹസ്ബൻഡാണ്. ഭാര്യയെ സൗഹൃദങ്ങൾക്കും കരിയറിനും അതീതയാക്കി മാഷ് എന്ന മെസ്മേറ്റൈസിംഗ് വലയത്തിൽ അയാൾ അമ്മനമാടുന്നുണ്ട്. ഭാര്യയെ സംസാരിക്കാൻ അനുവദിക്കാതെ താങ്കൾ മിണ്ടാതിരിക്കൂ തുടങ്ങിയ മാന്യതയുടെ പുറഞ്ചട്ടയിൽ പൊതിഞ്ഞ കർക്കശ്യങ്ങൾ പ്രയോഗിക്കുമ്പോഴുള്ള അയാളുടെ മനഃസംതൃപ്തി നമുക്ക് വായിച്ചെടുക്കാം. അയാളിലെ ഡോമിനിയറിംഗ് ഹസ്ബൻഡിന്റെ ആധിപത്യ ഭാവങ്ങൾ മക്കളുടെ പേരിലും നിഴലിക്കുന്നു. അച്ഛന്റെ ആത്മീയ തീവ്രതയുടെ ഫലമായ പേരുകൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ. ഓം പരമാത്മ എന്ന ടീച്ചറുടെ വിളിയിൽ പ്രസന്റ് പറയാൻ എണീക്കേണ്ടി വരുമ്പോഴൊക്കെ ഉണ്ടാവുന്ന അടക്കിയ ചിരികൾ അവളിലെ വ്യക്തിത്വം മുറിപ്പെടുത്തില്ലേ എന്ന ആശങ്ക വേണ്ട. വ്യക്തിപ്രഭാവം പേരിൽ നിന്നും മുളപൊട്ടുന്നതല്ലോ. അവരുടെ വ്ളോഗിൽ അയാൾ ഭാര്യയെ വിളിക്കുന്നത് താങ്കൾ എന്നാണ്. സമൂഹത്തിന്റെ മുന്നിൽ മാന്യമായ ഭർത്താവാൻ ഇതിലും നല്ല വിളിയുണ്ടോ? മാഷേ എന്ന് മറുപടി വിളിയുമായി എന്ന് വിധേയ വിനയ കുനിയ ഭാര്യ ദേവിക നമ്പ്യാർ. ഒരു പണിക്കും പോവാതെ രാവിലെ എണീറ്റാൽ ക്യാമറയും തൂക്കി ഭാര്യയുടെ ഗർഭഛർദിൽ പോലും ലൈവ് ആക്കി കാണിച്ചു നമ്മളെ ഛർദിപ്പിക്കുന്ന ആ വിരുദ്ധൻ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെപ്പോലെയാണ്. കാഞ്ഞ വിത്താണ്. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ് മക്കളെ. ആളുടെ ഒരു സ്റ്റൈൽ ഡോളറാണ് മെയിൻ. ഭാര്യയെ താങ്കൾ എന്ന് വിളിച്ചും തിരിച്ചു മാഷേ എന്ന് വിളിപ്പിച്ചും മക്കൾക്കു വിചിത്ര പേരുകൾ നൽകിയും കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഈ ഫാമിലി വ്ളോഗ് സ്റ്റൈൽ കച്ചവട തന്ത്രത്തിന്റെ വൈറൽ ഫോബിയയുടെ മാരക വേർഷനാണ്. എല്ലാം ഡോളറിനു വേണ്ടി. താങ്കളും മാഷും എല്ലാം ഒരു 5 കൊല്ലം കൂടിയേ കാണൂ. സ്കൂളിൽ ചേർക്കാൻ നേരം പേരൊക്കെ മാറ്റും. സാമൂഹ്യ മാധ്യമങ്ങളിലെ വരുമാനമാണ് ഈ ശ്രദ്ധാകർഷിക്കലിന്റെ മുഖ്യ അജണ്ട. ജീവിതം ഒന്ന് സെറ്റ് ആവാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണം. കുട്ടികളാണ് അതിനു പറ്റിയ ഇരകൾ. വിനീത വിധേയ ഭാര്യ അയാളുടെ നല്ല ഒരു ചൂണ്ടയും.